പതിനൊന്നര മണിയായി. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫേസ് നന്നായിട്ട് സ്റ്റീം ചെയ്ത് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യണം. ഉള്ളി ഫേസിൽ മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യും കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ആണ്. ഹായ്, ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. എൻ്റെ വോയിസ് ഒന്നും ഓക്കെ ആയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഡ്യൂട്ടിയിലുള്ള ഒരാളാണെങ്കിൽ നാട്ടിൽ പോയേക്കോട്ടോ, നേപ്പാളിൽ വെക്കേഷന് പോയേക്കോ. അപ്പം അവരുടെയും കൂടെ ഡ്യൂട്ടി എനിക്ക് ചെയ്യണം. അപ്പോൾ ഒട്ടും ടൈമില്ല എനിക്ക് വീഡിയോ എടുക്കാൻ. പെരുന്നാളിൻ്റെ പിറ്റേന്നായിരുന്നു അവർ പോയത് കേട്ടോ. അപ്പോൾ ആ പെരുന്നാളിൻ്റെ അന്ന് തൊട്ട് ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ലോങ് എടുക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. ഓഫ് ഡേ ആണെങ്കിലും എനിക്ക് രാവിലെ അകത്ത് പോകണം, ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ അവധി. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം വീഡിയോ എടുക്കാനായിട്ട്. എനിക്ക് ഇഷ്ടംപോലെ കമൻസും മെസ്സേജും ഒക്കെ വന്ന് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും ഒരു ഇന്നിപ്പോൾ രാവിലെ 5:30 മണിയായി കേട്ടോ. അമ്മാനുവിനാണെങ്കിൽ സ്കൂളിൽ പോകണം. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റാണ്. അപ്പം അമ്മാനുവിന് ഉച്ച വരെയുള്ള റൊട്ടീൻ എടുക്കാം. കാരണം വൈകിട്ട് വരെ എടുക്കാനുള്ള വയ്യ. പിന്നെ പനിയാണെങ്കിലുണ്ടല്ലോ, പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ടാബ്ലറ്റ് എടുത്ത് എന്നിട്ടും ആണെങ്കിൽ വോയിസ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ എത്രയും നേരം എടുക്കാനുള്ള ഒരു ഇതില്ല. എന്നാലും എല്ലാവരും ചോദിക്കുന്നതല്ലേ കൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാനായിട്ടോ. അപ്പം ഞാനിപ്പോൾ ഒന്ന് പല്ല് തേച്ചിട്ട് സുബഹി നിസ്കരിച്ചിട്ട് അമ്മാനുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. അങ്ങനെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് ഞാനൊന്ന് പോയി നിസ്കരിച്ചിട്ട് അമ്മാനുവിനെ ഉണർത്തട്ടെ കേട്ടോ. അമ്മാനുവിനെ ഉണർത്തിയിട്ട് വേണം, അല്ല ഇപ്പോഴും എഴുന്നേക്കത്തില്ല, ഭയങ്കര മടിയാണ് രാവിലെ സ്കൂളിൽ പോകാൻ. അപ്പം ഞാൻ അവനെ ഒന്ന് ഉണർത്തിട്ട് അവൻ കുളിച്ച് ഫ്രഷ് ആകുമ്പോഴത്തേന് നിസ്കരിച്ചിട്ട് കിച്ചണിലോട്ട് കയറണം. ഞാനങ്ങനെ കിച്ചണിൽ വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ കേട്ടോ. മുട്ടയും പാലും ബ്രൗൺ ബ്രെഡും ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സും ആണ് കൊടുക്കുന്നത്. അപ്പം ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കട്ടെ കേട്ടോ. അവനുൻ്റെ ബുൾസൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കോഫി റെഡിയായി. ഷെഫിക്കും അബൂദിക്കും കൂടെ എടുത്ത്, അബൂദി അല്ലല്ലോ, പിന്നെ അപ്പൂസ് പ്ലം ഉണങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്ലം ഉണങ്ങിയത് വെക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ബ്രെഡിൽ ഇനി കുറച്ച് പിന്നെ ഹണി ചേർത്തിട്ട് കൊടുക്കണം. അപ്പൂസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അമ്മാനു ഇതാ റെഡി ആയിട്ടിരിക്കുന്നു നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ല അമ്മാനു ബിഗ് ബോയ്. അമ്മാനു അങ്ങനെ ഫുഡ് കഴിക്കുക കേട്ടോ. കഴിക്കട്ടെ. ആഹാ വന്നല്ലോ. എന്നാ അപ്പൂസ ഇറങ്ങും. പൊക്കോ അമ്മാനു. ഉമ്മയൊന്നും തന്നില്ലല്ലോ. അങ്ങനെ അമ്മാനു ഇതാ പോന്നു. വെള്ളം കുപ്പി എടുത്തായിരുന്നാ? ടാറ്റാ. ഇനി അബ്ദുള്ളക്കുള്ള ടിഫിൻ റെഡിയാക്കട്ടെ. നമുക്ക് അബ്ദുള്ളക്ക് കൊണ്ടുപോകാനുള്ള സോസേജ് റെഡിയാക്കാം കേട്ടോ. സോസേജ്, ചിക്കൻ നാട്ട്, ബ്രെഡ് ടോസ്റ്റ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെയൊക്കെയാണ് ഒരു നേരം വിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഇന്നലെ ചോദിച്ചപ്പം ഇന്ന് പിന്നെ എന്തുവാ സോസേജ് മതിയെന്ന് പറഞ്ഞതാ. അപ്പം ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണേ. ഐസ് പോയിട്ട് വരയാം. സാധാരണ അബ്ദുള്ളെ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഞാൻ പോകത്തില്ല കേട്ടോ. കാരണം രാവിലെ 5:30 ആകുമ്പോൾ എഴുന്നേക്കുന്നതല്ലേ. പിന്നെ കുറച്ച് നേരം ഇവരെല്ലാം വിട്ടിട്ട് കുറച്ച് നേരം കിടക്കും. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. പക്ഷെ ഇന്ന് ഞാൻ കിടക്കുന്നില്ല. കാരണം ഇന്ന് വ്യാഴാഴ്ച ഓഫാണ്. അപ്പം കുറച്ച് പിന്നെ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ സാധാരണ ലഞ്ച് കുക്ക് ചെയ്യുന്നത് കേട്ടോ.
ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടില്ല, ഞാൻ പാലസിൽ നിന്നാണ് ഫുഡ് എടുത്ത് കഴിക്കുന്നത്. കാരണം ടൈം ഇല്ല ഒന്നാമത് സത്യം പറഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വീട്ടിൽ കഴിക്കും, ബാക്കി ലഞ്ചും ഡിന്നറും പാലസിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് ഓഫാണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ നാടൻ ചോറ് കഴിക്കുന്ന ദിവസം. അപ്പോൾ ഷെവി ചോദിച്ചു ചിക്കൻ വാങ്ങിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിക്കൻ വാങ്ങിക്കണ്ട, മീൻ വാങ്ങിച്ചാൽ മതി പറഞ്ഞു. കുറച്ച് നമ്മുടെ നാടൻ മീൻ കറി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. വ്യാഴാഴ്ച ഒരു ദിവസമേ ഇന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പം അമ്മാവിനെയും കൊണ്ട് പോകുമ്പം ഞാനും കൂടെ കയറിപ്പോവും. മോനെ വിട്ടിട്ട് തിരിച്ചു വരുമ്പം മീൻ വാങ്ങിച്ചുകൊണ്ട് വരാനാണേ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ വൈകിട്ട് ഒന്ന് പുറത്തോട്ട് പോകണം. 1-2 പേരെ കാണാനുണ്ട്. പാർക്കിൽ അങ്ങനെ പോകത്തില്ല ഇപ്പം കേട്ടോ. കാറ്റ് ഭയങ്കര കാറ്റായതുകൊണ്ടേ ജലദോഷം കൊണ്ട് മാറുന്നില്ല. ഇന്ന് ഞാനൊരു അടിപൊളി പാക്കൊക്കെ ഇടുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അമ്മ എല്ലാം സ്കൂളൊക്കെ വിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാമേ. നൈറ്റാണ് ഇടുന്നത്. ഞാനിന്ന് നൈറ്റ് വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഇപ്പം രാവിലെ കാണിച്ചു തരാം. ഇത് ഫ്രൈ ചെയ്യട്ടെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ, പിന്നെ പെരിഞ്ചീരകപ്പൊടി, ഉപ്പ്. നമ്മുടെ സോസേജ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു 4 പീസ് മോന് കൊടുത്തുവിടും കേട്ടോ, ബാക്കി അമ്മാനോന് സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിക്കാനാ. അങ്ങനെ നമ്മുടെ സോസേജ് റെഡി ആയി കേട്ടോ. ഇനി ഞാൻ ഈ ടിഫിനിലോട്ടൊന്ന് ആക്കട്ടെ. അങ്ങനെ ടിഫിൻ ഇവിടെ റെഡിയായി. അബ്ദുള്ള ഇനിയും എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങുവാണ് കേട്ടോ. അപ്പം ഞാൻ ടിഫിൻ റെഡിയാക്കി വെച്ച് ഇനി അവനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡിയാക്കി വെച്ചിട്ട് ഇനി വിളിക്കത്തുള്ളൂ കേട്ടോ. കാരണം വിളിക്കാൻ ഒരു നേരം എടുക്കും. അപ്പം ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നു എന്തുവാ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്, രാത്രി ചോദിച്ചു വെക്കും. അപ്പം ഏത്തക്ക നമ്മുടെ നെയ്ക്കകത്ത് പഞ്ചസാര ഇട്ട് ഫ്രൈ ചെയ്യത്തില്ലേ, അത് മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത്തക്ക റെഡിയാക്കി വെക്കട്ടെ. തലേന്ന് ചോദിച്ചു വെക്കും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ പിത്തക്കൂറ കരച്ചില്ല, അതുകൊണ്ട് പറയത്തില്ല. അബ്ദുള്ളയുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡി ആയി കേട്ടോ. ഞാൻ കുക്ക് ചെയ്തൊന്നും എടുത്തില്ല, കാരണമേ അത് അപ്പുറത്തെ റൂമിലേക്ക് കൈകോട്ട് വന്നു, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത്. അപ്പോൾ ഈ പുട്ട് ഞങ്ങളുടെയല്ല, പുട്ട് ഇക്കാടെയാണ് കേട്ടോ. ഇക്കാടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, തൃശ്ശൂരുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇക്കാടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് പുട്ടാണല്ലോ ഇന്ന് തള്ള് കൂടുതലായിരിക്കുമല്ലോ എന്ന്. പുട്ട് കഴിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ തള്ളാണെന്ന്. അപ്പം ഞാൻ തന്നെ ഏത്തക്ക റെഡിയായി, മോന് പാലും കാച്ചി. അപ്പം ഇനി ഞാൻ അവനെ പോയിട്ട് ഉണർത്തട്ടെ. രാവിലത്തേക്കുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു വെച്ചതാട്ടോ. ഇപ്പോഴാണ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു വെച്ചത്, കാരണം തിരക്കായി പോയി, കുടിക്കാൻ മറന്നും പോയി. അപ്പം ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ ചൂടാക്കിയിട്ട് ഒഴിച്ചത്, ആദ്യത്തെ ചൂടാറിപ്പോയി. അപ്പം ഇളം ചൂടിൽ ഞാൻ ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ടാണ് കുടിക്കുന്നത്. ഒരു ദിവസം മുന്തിരി വെള്ളം, ഒരു ദിവസം ചൂടുവെള്ളം, ഒരു ദിവസം മഞ്ഞൾപ്പൊടി ഇട്ടുള്ള വെള്ളം. അപ്പം ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ടുള്ള വെള്ളമാണ്. മഞ്ഞൾപ്പൊടി ഞാനെടുത്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ ഇതിനെ കുടിച്ചില്ല കേട്ടോ. അപ്പം ഇനി അവനെ ഒന്ന് ഉണർത്തിട്ട് വെള്ളമൊന്നും കുടിക്കുകയും വേണം. അപ്പം ഇനി റൂമിലോട്ട് പോവാവേ, ഉണർത്തിട്ട് ഉറങ്ങുക. അബ്ദുള്ള, ഇനി അബ്ദുള്ളയെ നമുക്ക് ഉണർത്താം. അബ്ദുള്ള സ്കൂളിൽ പോണ്ടായോ? ഇതോ ആമി, ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ടാണ് കേട്ടോ ആമി. അബ്ദുള്ള ആമി വന്നിട്ടുണ്ടെന്ന്. ആമി ബാ, എഴുന്നേക്ക്, സ്കൂളിൽ പോവാ, എന്റെ ചക്കരമുത്തവാ. ഓ വാടി, സ്കൂളിൽ പോണ്ടായോ? വാ. ഷെഫിയേ ഇതാ സ്കൂളിൽ നിന്ന് അപ്പൂസിനെ വിട്ട് സ്കൂളിൽ നിന്ന് വന്നേ. അവിടത്ത് സ്കൂളിൽ പോണ്ടേ? ബെല്ലടിക്ക് പോ. ആമി വന്ന് ആമി വന്ന് പൊക്കിയും എടുത്തോ. സ്കൂളിൽ പോണ്ടേ? ഇതാ എഴുന്നേറ്റ് പോവാണ്, നിക്കാൻ പാ. അബ്ദുള്ള ഇന്നാണെങ്കിലുണ്ടല്ലോ എട്ടടിക്കുന്നുണ്ട്. ഇന്ന് അബ്ദുള്ള ഇന്ന് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഉള്ള ദിവസം കേട്ടോ. എല്ലാരും ചോദിക്കാം, ഈ ചെക്കന് ഇത് എന്തൊരു ഉറക്കമാണ് ചോദിക്കാം. നോക്ക്, എല്ലാവർക്കും ഹായ് പറ. അല്ലെ മിണ്ടൂത്തില്ല. അപ്പൊ ഞാൻ കൊണ്ടുപോയി പല്ലി ഏൽപ്പിക്കട്ടെ. ഉമ്മി കുളിപ്പിക്കണം, വാപ്പച്ച് ഫുഡ് കൊടുക്കണം.
ക്ഷീണമാ കുഞ്ഞിന്, രാവിലെ ക്ഷീണം. വേഗം കഴിക്കേ. അയ്യോ, എടാ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്ക്. മമ്മി തലമുടി ചെയ്യപ്പെട്ട് എന്താ പറയാത്തത്? പറയാത്ത ആമി കേട്ടോ. ഞാൻ പറഞ്ഞ ആമിയാണ് ഫ്രണ്ട്. ആദിലും ആമിയും. ഷ്യാമും ഉണ്ടാ? പുതിയ ഫ്രണ്ട് അത്? ഇന്നലെ ഷ്യാമിനെ പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ ഷ്യാമ്, ആദില്, ആമി കേട്ടാ. ഗേൾസും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഗേൾസ് ഉണ്ട്. ആണാ? ഗുഡ് ബോയ് ആണോ? ഇന്നലെ വഴക്കുണ്ടാക്കിയായിരുന്നാ സ്കൂളില്? സ്കൂളിൽ പോയിട്ട് ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ടിച്ചവിടെ വഴക്കാണ്. സോക്സ് ഇട്ടെ. ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കേ. ഇവിടെ ഇരിക്കും. ബാബി ഫുഡ് വെച്ചേര്. ഒന്ന് സോക്സ് ഇട്ടേ. എന്തോ ചുമ പെട്ടെന്ന്. വേഗം വേഗം ഇറക്ക്. സ്കൂളിൽ ബെല്ലടിക്കത്തില്ലേ? കാല് കാണില്ലേ? മറ്റേ കാല് കാണിച്ചേ. കാല് കാണില്ലേ? ഓ കാല് കാണില്ലേ? എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ കൊടുക്കണേ. പോതി അങ്ങോട്ട് നോക്കണ്ട. ഇല്ല ഫോണൊക്കെ മാറ്റ്. പുറകോട്ട് വന്നിട്ട് ക്യാമറ. പുതിയേ ഷർട്ട് വേഗം. അപ്പൂതി കൈയൊന്നും ഇടും മോനെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടല്ല. പാവടി. എല്ലാരും സപ്പോർട്ട് ചെയ്യണേന്ന് പറ. നീ കൂട്ടക്കാട് തുടങ്ങിയല്ല. കൊച്ചുടി ഉടുപ്പില്ല. ഉടുപ്പിനകത്തില്ല. ഇത് ഇതോടെ ഇട്ട മതിയാ? മതിയാണെങ്കിൽ എന്നാ തലമുടി ഇപ്പട്ടെ. ഇവിടെ ഇല്ല. ഇവിടെ നോക്ക്. തലമുടി ഇപ്പട്ടെ. ഞങ്ങളുടെ കുഞ്ഞിതാ പോവാൻ പോവാണ്. ഞങ്ങൾ അങ്ങനെതാ ഇതാ സ്കൂളിൽ പോണു. ഈ സൈഡത്തെ മുടി എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വീടുന്നുണ്ടാ? ലെങ്ത് കൂടുതല്. ഇങ്ങോട്ട് കാണിയില്ലേ? എല്ലാരും ഒന്ന് ബാഡ്ജൊക്കെ ഒന്ന് കാണിച്ച കുഞ്ഞ്. ഇത് കണ്ടോ? ഞങ്ങള് സ്കൂളിൽ പോവാന്നോറാ. സ്കൂളിൽ ബെല്ലൊക്കെ അടച്ച്. എല്ലാ ദിവസവും ഇങ്ങനാ. ഒരു നേരം എടുക്കും. 1 മണിക്കൂറാ കുളിക്കാൻ വേണ്ടതല്ലോ. സ്കൂളിൽ ഇതാറായതാ എത്തി. കുഞ്ഞിന്റെ സ്കൂള് കാണണ്ടേ? ഇതാ മോന്റെ സ്കൂള് എത്തിയിരിക്കുവാണ്. ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് ആരുമായിട്ടും വഴക്കിടരുത്. വഴക്കിടുവോ? പ്രോമിസ്. ഞങ്ങൾ വഴക്കിടത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ നിർത്തിക്കോ. ഞാൻ മോനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വട്ടെ. ലേറ്റ് ആയി പോയി. പൊടിക്കാറ്റ്. ഇതെന്താ ശരി പെട്ടെന്ന് പൊടിക്കാറ്റ്? അല്ല പെട്ടെന്നേ കണ്ണിനകത്തോട്ടെല്ലാം കൂടെ പൊടിയടിച്ച് കയറി പെട്ടെന്നൊരു പൊടിക്കാറ്റില്ലേ? പെട്ടെന്ന് ഭയങ്കരമായൊരു പൊടിക്കാറ്റ്. എന്റെ ഫോണും നിലത്തോട് കണ്ണ് മൊത്തം പൊടിയടിച്ച് കയറി. കണ്ണാടി കിട്ടില്ല. അയ്യോ കണ്ണ് കിടന്ന് പെട്ടെന്ന്. ഇവിടെ അങ്ങനാ നിക്കുന്ന നിപ്പിലാണ് പൊടിക്കാറ്റ് വരുന്നത്. അയ്യോ കൊന്നു പറയണ്ട. അടിച്ച് ഫുള്ള് മണ്ണോട് കൂടിയാ കറങ്ങുന്ന അല്ലേ? പാറപ്പൊടി കണ്ടെന്താ ശരി. അങ്ങനെ അബ്ദുള്ള ഡോർ അവരടയ്ക്കാൻ പോകുന്നത് കേട്ടോ. ലാസ്റ്റ് നിമിഷത്തിലാ കൊണ്ടുവിട്ടത്. മിക്ക ദിവസം അങ്ങനെ എന്നും അവര് പറയും കുറച്ച് നേരത്തെ പറയണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു LKG ആയിട്ട് കുഴപ്പമില്ല, UKG ആയിട്ട് നേരത്തെ വെക്കണോന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിനി പോയി കുറച്ച് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ. നല്ല കാറ്റ്. ഞങ്ങളങ്ങനെ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി അബ്ദുള്ള ഇട്ടിട്ട് മാർക്കറ്റിൽ വന്നു കേട്ടോ. ഫിഷ് മാർക്കറ്റിൽ വന്നു. അങ്ങനെ നമുക്ക് പോയിട്ടിച്ചിരി മീനൊക്കെ വാങ്ങിച്ചിട്ട് വരാം.
അല്ലേ ഷെവിയെ? ഷെവി വണ്ടി പാർക്ക് ചെയ്യുന്നു. സീരിയസ് സീരിയസ് അല്ല. ഞങ്ങളങ്ങനെ പിന്നെ മാർക്കറ്റിൽ നിന്ന് മീനും വാങ്ങിച്ച് ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോട്ടെ. ഞങ്ങൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ കടയൊന്നും മേടിക്കത്തില്ല കേട്ടോ. കട ഇവിടെ ഉണ്ട്, ഹോട്ടലിൽ നിന്ന് വെച്ച് വേണം. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്യൂട്ടിക്ക് ഇറങ്ങണം. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. നല്ല ഫ്രഷ് വറ്റ ഇവിടുന്ന് കിട്ടി കേട്ടോ. നല്ല നല്ല മീനായിരുന്നു അല്ലേ? വറ്റ അയില വാങ്ങിച്ച്, അയില അബ്ദുള്ളക്ക് വറുക്കാനും വറ്റ കറി വെക്കാനും മുളക് വെക്കാനും. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട ടൈം 9 മണിയായി കേട്ടോ. അപ്പൊ ഇനിയിപ്പം ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം കഴിച്ചിട്ടും കൂടെ പോയി കുറച്ചുകൂടെ ലേറ്റ് ആവും. അപ്പൊ ടൈം ഇല്ല. ഒന്ന് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്, ഷെഫിക്കുണ്ട്. ചെയ്തിട്ട് വന്നിട്ട് പിന്നെ സമാധാനത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ. രാവിലെ ചൂടുവെള്ളം കുടിച്ചതാണ്. വിശക്കെന്ന് സത്യം പറഞ്ഞാൽ വിളിയും വന്നു. അപ്പൊ നമുക്ക് റൂമിൽ പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് പോട്ടെ. ബാ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് കുറെ പേര് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് യൂണിഫോം എങ്ങനെയാണ്. ഇതാകെ യൂണിഫോം കേട്ടോ, എൻ്റെ ഉടുപ്പ്. അപ്പോഴേ ഞങ്ങള് ജോലിക്ക് പോയിട്ട് വരട്ടെ കേട്ടോ. സാധാരണ അവധി ദിവസം ഞാൻ പോകുന്നതല്ല. ഞാൻ പറഞ്ഞ ആളില്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കാ. അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ബാ. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി കേട്ടോ. ഷെഫി വന്നിട്ടില്ല. ഷെഫി വരത്തരേ ഉള്ളൂ. കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് പറഞ്ഞ്. അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ. ബ്രൗൺ ബ്രെഡും മുട്ടയും ജ്യൂസും ഒക്കെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ ഷെഫി വരുമ്പോഴത്തേന്. അങ്ങനെ 2 മുട്ട പുഴുങ്ങാനിട്ട് കേട്ടോ. അപ്പം ഞാൻ ഓറഞ്ച് എടുത്ത് ഇനി ജ്യൂസ് അടിക്കട്ടെ. പിന്നെ 11:30 മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കേട്ടോ. 11:30 മണിയാവും. കാരണം കണ്ടില്ലേ നല്ല തിരക്കാ. ഇതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാനൊന്നും സമയമില്ലാത്തത്. ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും വീഡിയോ കണ്ട പോലെ. പിന്നെ ഷോർട്ടൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് നമുക്ക് എടുത്തിട്ട് ഫാസ്റ്റിനങ്ങ് പോവാം. ഇതാകുമ്പോ ഒത്തിരി സമയം വേണം. ഞാൻ ജ്യൂസ് അടിക്കട്ടെ. ഇനി ബ്രെഡ്, ബ്രൗൺ ബ്രെഡാ. ബ്രെഡിനകത്ത് തേന് വെച്ചിട്ടാ കഴിക്കുന്നതേ. ഇന്ന് തേനെടുത്ത്, ചില സമയത്ത് മുട്ടയാണ്. ഇങ്ങനെയൊക്കെ കഴിക്കും. രാവിലെ അല്ലാതെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനേ പറ്റത്തില്ലല്ലോ. ഞാന് ചോറിന് വെള്ളം വെച്ചു കേട്ടോ. ചോറിന് വെള്ളം വെച്ചാ ഷെഫി വന്നു. ഷെഫി ബ്രേക്ക്ഫാസ്റ്റ്, ഷെഫിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. നമുക്ക് കഴിക്കാൻ പോവാം. എങ്കിൽ ബാ, റൂമിലോട്ട് പോവാം. അപ്പൊ ഞങ്ങള് രണ്ടുപേരും 11:30 മണിയായി. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറയട്ടെ. ബ്രെഡും തേനും കേട്ടോ. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത്, പകുതി പഴം കേട്ടോ. പിന്നെ മാങ്ങ, ഈത്തപ്പഴം, പിന്നെ ഇത് പ്ലം മുടങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ജ്യൂസ്. ഇങ്ങനെ ജ്യൂസ് എന്തേ? ജ്യൂസ്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കുഴഞ്ഞു പോയി. അല്ലോ, കഴിച്ചോ. ഇനി അടുത്ത എത്ര മണിയാകുമ്പോ? 11:45 12 മണിക്ക് വിടും. 12 മണിക്ക് സ്കൂളിൽ വിടും. 11:45 ആകുമ്പോഴത്തേനും അബ്ദുള്ള എടുക്കാൻ പോകണം. ഹെവി ഇനി എടുക്കാൻ പോകുമ്പോഴത്തേന് ഞാൻ മീൻകറി വെക്കണം. ഞാൻ പറഞ്ഞൊരു പാക്ക് കാണിച്ചിരുന്നു, മറ്റേ ക്ലേ മാസ്കിന്റെ. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഷെഫി അബ്ദുള്ളനെ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ഞാന് ഇപ്പം പാക്ക് ഇടാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ക്ലേ മാസ്ക് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അത് ഇടാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ ആദ്യം ഇപ്പം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വരട്ടെ. സ്റ്റീം ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാസ്ക് ഇടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റീം ചെയ്തിട്ട് വരാവേ.
അങ്ങനെ ഞാൻ ഫേസ് നന്നായിട്ട് സ്റ്റീം ചെയ്ത് കേട്ടോ. സ്റ്റീം ഇപ്പം പനി ആയതുകൊണ്ടുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റീം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. രാവിലെ എഴുതിയതാ കൺമഷി പടന്നു. അപ്പം നമുക്കിനി പിന്നെ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കോഫിയും തേനുമാണ് കേട്ടോ. കോഫി തേനും ഇട്ടിട്ട് അത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യും കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ഒരു 6-7 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് വാഷ് ചെയ്യല്ലേ. ഇതാ കാണിച്ചു തരാം. വെള്ള നൈറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടോ. ഞാൻ ഷാള് മാറ്റി കേട്ടോ. ഇതിനകത്ത് കോഫി വേണത്തിൽ കുഴപ്പമില്ല, വീട്ടിലിരുന്ന് മറ്റേ ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് പോകുന്നതായിരുന്നു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എല്ലാ വ്യാഴാഴ്ചയും കേട്ടോ, വ്യാഴാഴ്ചയാണ് എനിക്ക് അവധി ഉള്ളത്, സ്ക്രബ് ചെയ്യും. സ്ക്രബ് ചെയ്ത് ആവി കൊടുത്ത് സ്ക്രബ് ചെയ്തിട്ട് ഇതുപോലെ ഇന്നിപ്പോൾ ക്ലേ മാസ്ക് ആണെങ്കിൽ പിന്നെ പിന്നെ ആണെങ്കിൽ അടുത്ത ആഴ്ച തേക്കുന്നത് തക്കാളിയുടെ പാക്കാണ് കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ. തക്കാളിയുടെ സ്ക്രബാണ്, അല്ല പാക്കാണ് എടുക്കുന്നത്. ഇപ്പം ക്ലേ മാസ്ക് ഇതിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇത്രയും ഈ ബ്രൈറ്റ്നെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ ബാത്റൂമിൽ നല്ല വെട്ടമാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ മുഖത്തൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അങ്ങനെ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. തുടക്കട്ടെ. അപ്പം ഞാൻ തുടച്ച് ഇനി നമുക്ക് ക്ലേ മാസ്ക് ഇടാം. ഞാൻ കാണിച്ചുതരാം ഞാൻ ഏത് ക്ലേ മാസ്ക് ഇടുന്നേനെ. ഇതുണ്ടോ, ലോറിയലിൻ്റെ ക്ലേ മാസ്ക് ആണ് കേട്ടോ. ഡെറ്റോക്സ് മാസ്ക് എന്നാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കവർ ഞാൻ എവിടെയോ അല്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നതാണ്. ഇത് കേട്ടോ, ഇതാണ് ക്ലേ മാസ്ക്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇടും. നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആവാനും അതുപോലെ സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആവാൻ നല്ലൊരു ഒറിജിനൽ പ്യുവർ ക്ലേ മാസ്ക് ആണ് കേട്ടോ. ലോറിയലിൻ്റെ പാരീസ് ആണ്. അപ്പം നമുക്കിതിട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ കയ്യിൽ ബ്രഷ് ഉണ്ടായിരുന്നു, അത് അബ്ദുള്ള എവിടെയോ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ. ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത്, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഫേസുമായിട്ട് ഇതങ്ങ് പറ്റിയിരിക്കും. അതായത് സാധാ ചിലതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കത്തില്ല, നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. പേസ്റ്റ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാവേ. അപ്പം ഞാൻ താൻ്റെ ക്ലേ മാസ്ക് ഇട്ടിട്ടുണ്ട്. കഴുത്തിലോട്ട് ഇടത്തില്ല കേട്ടോ, ഓൺലി ഫേസിൽ മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. നല്ലൊരു ഇടുമ്പോൾ ഒരു തണുപ്പാണ്, പിന്നെ ചെറുതായിട്ടൊരു പോച്ചിൽ പോലെ തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തണുപ്പാവും. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യും കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സുമാണ്, ഭയങ്കര സ്കിന്ന് ഭയങ്കര സ്മൂത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചിരുന്നായിരുന്നു. ഞാൻ എപ്പോഴും വീഡിയോയിൽ മറന്നു പോകും നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് റൊട്ടീനിൽ എന്തെങ്കിലും കാണിക്കേണ്ടത് എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇത് ഓർത്തത്. ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കുക. ഇതിൻ്റെ പ്രൈസ് 5 ദിനാർ 5 പോയിന്റ് സംതിങ് അങ്ങോട്ടാണോ ഇവിടെ, ബഹ്റൈൻ ദിനാർ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, ഉണങ്ങട്ടെ. അപ്പം നമ്മുടെ ഫേസ് ഇതിപ്പോൾ ഓൾറെഡി 10 മിനിറ്റ് ആയി കേട്ടതാ, ഡ്രൈ ആയിട്ടിരിക്കുക നമുക്ക് കണ്ട. അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്യാം. പിന്നെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ. കണ്ടോ, നല്ലൊരു
റീഫ്രഷ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ലതാണ്, സൂപ്പറാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, 2 പിമ്പിൾസ് ഒന്നിവിടെയും വന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഈ മാസ്ക് ഞാൻ വൈകുന്നേരങ്ങളിലാണ് ഇടുന്നത്, ഈവനിങ് ആണ് ഇടുന്നത് കേട്ടോ, മോർണിംഗിൽ ഇടത്തില്ല. ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് ഇട്ടത്, മോർണിംഗിൽ ഇടത്തില്ല ഇത് കേട്ടോ. പിന്നെ വൈകുന്നേരം ഈവനിങ് ടൈമിൽ ഇടുന്നത്, അന്നേരം ഇടാവുള്ളൂ. കാരണം സൺലൈറ്റ് അടിക്കാൻ പാടില്ല കേട്ടോ, പുറത്തിറങ്ങിയാൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പം ഇത്രയൊക്കെയായിരുന്നു എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. എൻ്റെ അബ്ദുള്ള ഇപ്പൊ സ്കൂളിൽ നിന്ന് വരും. അപ്പൊ അവനിക്ക് ചോറെല്ലാം ഞാൻ റെഡി ആക്കട്ടെ, അപ്പോഴത്തേന് കറി റെഡി ആക്കണം, ചോറ് അടുപ്പത്തുണ്ട്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും സ്നേഹം മാത്രം, തിരക്കിയവരോടും എല്ലാവരോടും താങ്ക് യു.